പരിശുദ്ധ അൾത്താരയിൽ കയറിയെന്ന് സാക്ഷ്യം പറയാൻ അമ്മ എന്നെ അനുവദിച്ചതിന് ആദ്യമേ നന്ദി പറയുന്നു. പിതാവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ആശ, സ്ഥലം ബാലരാമപുരം. ഇതെൻ്റെ മകളാണ് ദേവാമിക. ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് 9/2/2025 ഞാൻ അതിനു മുമ്പ് അമ്മയെപ്പറ്റി ആദ്യമായിട്ട് അറിയുന്നത് 2023 ഡിസംബറിലാണ്. അത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു. ആ സമയത്ത് 6 മാസം മുൻപേ ഞാൻ കിടപ്പിലായിരുന്നു. DVT എന്ന അസുഖം കാരണം ഇടത് കാലും ഇടുപ്പ് വരെ ബ്ലഡ് ക്ലോട്ടായിട്ട് കിടപ്പായി പോയി. ന്യൂമോണിയ ആയിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ആസ്മ കൂടി, പിന്നെ DVT ആയി, ബ്ലഡ് ക്ലോട്ടായി. പിന്നെ അത് കഴിഞ്ഞ് കൗണ്ടെല്ലാം കുറഞ്ഞു പോയി, WBC കൗണ്ട് കൂടി. അങ്ങനെ തീരെ എണീക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. ആ സമയത്താണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി ഇവിടുത്തെ ഉടമ്പടി ഉപ്പും തൈലവും തന്നിരുന്നത്. അത് ഞാൻ ഉപയോഗിച്ചു. എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു, എങ്കിലും ഞാൻ പ്രാർത്ഥനയോടെ ഉപയോഗിച്ചു. പിന്നെ ആ സമയത്തൊന്നും അസുഖം എന്തെന്ന് കണ്ടുപിടിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഞാൻ അതിനു മുമ്പേ 20 വർഷം കൊണ്ട് ഒരു ക്യാൻസർ പേഷ്യൻറ്റും കൂടെയാണ്. അപ്പോൾ കാല് ഏകദേശം ഒരു ആനയുടെ വലുപ്പത്തിൻ്റെ കാലിൻ്റെ വീതമായിപ്പോയി, പൊട്ടുന്ന അവസ്ഥയിലെത്തി. പിന്നെ ഞങ്ങൾ ഈ ഉടമ്പടി വസ്തുവൊക്കെ ഉപയോഗിച്ചത് കൊണ്ടാവാം RCCയിൽ തന്നെ പോകാമെന്ന് കരുതി ഞങ്ങൾ RCCയിൽ പോയി. അവിടെ വെച്ച് സ്കാൻ ചെയ്തപ്പോഴത്തേക്കാണ് അറിഞ്ഞത് DVT ആണെന്ന് ഡോക്ടർ പറഞ്ഞത്. മെഡിക്കൽ കോളേജിൽ തൽക്കാലം പോകണ്ട, പോയി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ കാല് പൊട്ടിപ്പോവും, അറ്റാക്ക് അരമണിക്കൂറിനകത്ത് വരികയും ചെയ്യും. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞാൽ സ്ട്രോക്കുമായി പോവും. എത്രയും പെട്ടെന്ന് കഴിയുമെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയപ്പോഴത്തേക്ക് അതിൻ്റേതായ ബ്ലഡ് ടെസ്റ്റ് ഡേ ഡൈമർ എന്നാണ് അത് ചെയ്തു. 4.5 ആകുമ്പോഴത്തേക്ക് സാധാരണ എല്ലാവർക്കും അറ്റാക്ക് വരുന്നതാണ്. എനിക്ക് 7.5 ആയിരുന്നു. ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചത് കൊണ്ടാവാം എന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. അതിനെപ്പറ്റി അപ്പോഴറിയില്ലായിരുന്നു. എനിക്ക് അപ്പോഴൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് ബ്ലഡ് പെട്ടെന്ന് അലിയണേന് പൊക്കിളിലാണ് 15 ഇഞ്ചക്ഷൻ എടുത്തത്. 10 ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു. വന്നതിന് ശേഷം 58 ദിവസം ഒരേ കിടപ്പായിരുന്നു, നടക്കാനേ പാടില്ലായിരുന്നു. ആ സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു ചേച്ചി എനിക്ക് പത്രം കൊണ്ട് തന്നത്. ആ പത്രത്തിൽ ഒത്തിരി കുടുംബത്തിൻ്റെ ഫോട്ടോ ആയിരുന്നു ഫ്രണ്ടിലുണ്ടായിരുന്നത്. അതിലെഴുതിയിരുന്ന ഒരു വാചകം ഇങ്ങനെയായിരുന്നു: ഉടമ്പടി നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന പ്രാർത്ഥന. അപ്പോൾ ഉടമ്പടി ഇതെന്താണെന്നോ എന്നറിയില്ല. മാതാവിനെയും ഈശോയെയും കണ്ടിട്ടുണ്ടെന്ന് അറിയാതെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുരിശടിയിലെ മാതാവിനെ, വേളാങ്കണ്ണി മാതാവിനെ മാത്രമേ അറിയാമായിരുന്നുള്ളൂ, വേറൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ആ ചേച്ചി എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു ഇവിടെ വരാനായിട്ട്. എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. പിന്നെ 2025 ജനുവരി ആയപ്പോഴത്തേക്ക് വരാമെന്ന് കരുതി. എനിക്കപ്പോൾ നടക്കാനൊക്കെ തീരെ ബുദ്ധിമുട്ട്, നീരൊന്നും കുറഞ്ഞിട്ടില്ല. ബ്ലഡ് ടെസ്റ്റും അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, 1-ലെത്തിയതേ ഉള്ളൂ. 0.5 താഴെ വേണം അത് നിൽക്കാനായിട്ട്. അപ്പോൾ നടക്കാൻ പറ്റാത്ത കാരണം എനിക്ക് ട്രെയിനിൽ വരാൻ പറ്റില്ലായിരുന്നു. പിന്നീട് വീടിനടുത്തുള്ള കുറച്ച് പേർ ചേർന്ന് വന്നപ്പോൾ ഞാൻ അതിൻ്റെ കൂടെയാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ടോക്കൺ എടുക്കാൻ പറഞ്ഞു, എടുത്തു. അപ്പോൾ ഞാൻ കരുതി ഇവിടെ പ്രാർത്ഥിക്കേണ്ടടുത്ത് ഇരിക്കാൻ വേണ്ടിയായിരിക്കും ആ ടോക്കണെന്ന്. ഉടമ്പടിക്കാണെന്ന് എനിക്ക് അപ്പോഴറിയില്ല. അപ്പോഴത്തേക്ക് ഞാനും ടോക്കൺ എടുത്തു, എല്ലാവർക്കൊപ്പം ചെന്നിരുന്നു, ഉടമ്പടി എടുത്തു. പക്ഷേ അപ്പോൾ കിട്ടിയ പ്രേക്ഷിത പ്രവർത്തനമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വേണ്ടി എൻ്റെ മകളാണ് ചെയ്തത്. കാര്യം എനിക്ക് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു. ഇത് മാത്രമല്ല, കിടപ്പായി കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്ക് എനിക്ക് ജനറ്റിക് വാർട്ടും കൂടെ വന്നു. അത് ജനറ്റിക് വാർട്ടാണെന്നും അറിയില്ലായിരുന്നു. ചെറുതായിട്ടൊരു ഉണ്ണി പോലെ അങ്ങനെ എന്തെങ്കിലും ആണെന്നാണ് കരുതിയത്. അത് നിമിഷം കൊണ്ട് തേനീച്ച കൂടും മാതിരി എൻ്റെ ജനറ്റിക് ഏരിയ മൊത്തം ആയിപ്പോയി. ഇത് DVTക്കുള്ള ബ്ലഡിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നതുകൊണ്ട് പീരീഡ് സമയത്ത് ശക്തമായ ബ്ലീഡിങ്ങുമായിരുന്നു. എനിക്ക് പേഡ് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. രാത്രിയൊക്കെ ഞാൻ ക്ലോസറ്റിലേക്ക് ഇരുന്നാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. കാര്യം പേഡ് വയ്ക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യത്തെ 3 മാസം രാവിലെ വൈകിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്നല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാനും പറ്റില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യണം. അപ്പോൾ എൻ്റെ 11 മാസം കൊണ്ട് എൻ്റെ ഭർത്താവ് പണിക്കൊന്നും പോകാനൊന്നും പറ്റില്ലായിരുന്നു. കാര്യം എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് കാരണം. അത് കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു. ഏപ്രിൽ മാസം വീടിനടുത്തുള്ള എൻ്റെ കൂടെ വന്നവർ എന്നെ പറഞ്ഞു, നമുക്ക് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിക്കാം, പോകാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ അവർക്കൊപ്പം തന്നെ ഇവിടെ വന്നു. അങ്ങനെ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുന്നിടത്ത് ടോക്കൺ എടുക്കാൻ വേണ്ടി നിൽക്കണമെന്ന് അതും എനിക്കറിയില്ല. ഞാനും ടോക്കൺ എടുത്തു. അപ്പോൾ എൻ്റെ കയ്യിൽ റേഡിയേഷൻ കഴിഞ്ഞ തുണ്ട്
റിസൾട്ട് ഇരിക്കുന്നത് കണ്ട് അവിടെ ഇരുന്ന് ആ ബ്രദർ ചോദിച്ചു, ക്യാൻസറാണ് അല്ലയെന്ന് ചോദിച്ചു. സ്കിൻ ക്യാൻസർ എന്ന് എഴുതി. യഥാർത്ഥത്തിൽ ഞാൻ തലയിൽ കഴിച്ച് പ്രാർത്ഥിക്കാൻ വന്നത് അപ്പോൾ അതിനായിരുന്നില്ല, ഈ ജനറ്റിക് പാർട്ടിൻ്റെ ഇതിനായിരുന്നു. അപ്പോൾ ആ സഹോദരൻ പറഞ്ഞത് അച്ഛൻ ഇവിടെ ചോദിക്കുമ്പോൾ പിന്നെ പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ വീണ്ടും ഇവിടെ വന്ന് നിന്നു. അച്ഛൻ്റെ അടുത്തൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇവിടെ അത് ഇതേപോലെ നൊയമ്പ് സമയമായിരുന്നത് കൊണ്ട് ഈശോയെല്ലാം ഇങ്ങനെ പുതച്ച് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഇനി ഇരുട്ടിലായി പോകുമോ ജീവിതം എന്ന് ഞാൻ അപ്പോഴും പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ അച്ഛൻ തലയിൽ കഴിപ്പിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് കവിളിൽ തട്ടിലിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അന്ന് തൊട്ട് വീണ്ടും മരുന്നുകൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. ഉടമ്പതി വസ്തുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് കുടിക്കും, തേന് രാവിലെ വെറുവയറ്റിൽ കഴിക്കും. പിന്നെ ഇത്തിരി തൈലം എനിക്ക് ജനനേന്ദ്ര ഭാഗത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. കാര്യം ഈ ബ്ലീഡിങ്ങും കൂടെ ആയത് കാരണം ഞങ്ങളൊരു അക്രൈസ്തവരായതുകൊണ്ട് ഈ നേർച്ച വസ്തുക്കളൊക്കെ ഈ സമയത്ത് ഉപയോഗിക്കാൻ ഭയങ്കര പേടിയായതുകൊണ്ടാണ് ഉപയോഗിക്കാത്തത്. അല്ലാതെ അത് കുറയില്ല എന്നുള്ള വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പേടി കൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത്. പിന്നീട് അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് പോയതിനു ശേഷം കടം ഞങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം എനിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ശരീരത്തിൽ സിസ്റ്റുകൾ വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. അത് സർജറി ചെയ്യണം. RCCയിൽ സർജറി ചെയ്യില്ല. കാര്യം എനിക്ക് DVT വന്നതുകൊണ്ട് അവർക്ക് സർജറി ചെയ്യുക അവർക്ക് പോലും പേടി. കാര്യം ഏത് നിമിഷം സ്ട്രോക്ക് വരുമെന്നാണ് ഇപ്പോഴും പറയണത്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് പോയത് സർജറി ചെയ്യാം. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആവുകയും ചെയ്യും. അപ്പോൾ ലോൺ എടുത്താണ് എൻ്റെ ഭർത്താവിനെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. കടം അങ്ങനെ വീട് വെച്ചതിൻ്റെ ലോണുമുണ്ട്. ഇതും കൂടെ ആയപ്പോൾ 62 ലക്ഷത്തിന് മേളിലായി. അങ്ങനെ ആദ്യമായിട്ട് താമസിക്കാൻ വെച്ച വീട് തന്നെ വിൽക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി. ആദ്യമായിട്ട് ആഗ്രഹിച്ച് വച്ചതാണ്, 2 മുറിയേ ഉള്ളൂ. പക്ഷെ അത് വിൽക്കണമെന്ന് ആഗ്രഹമില്ല. കടം തീരാനെങ്കിൽ അത് വിൽക്കണമെങ്കിൽ വിൽക്കട്ടെ, ഇല്ലെങ്കിൽ വേറൊരു വസ്തുവുണ്ട് അത് വിറ്റാലും മതിയെന്നാണ് പ്രാർത്ഥിച്ചിട്ട് പോയത്. പക്ഷെ അമ്മയുടെ നിയോഗം അങ്ങനെ ആയതുകൊണ്ട് ആ വസ്തു 11 മാസം കൊണ്ട് ഞങ്ങൾ വിൽക്കാനായിട്ട് ആഗ്രഹിച്ചു. ആരും വരുന്നു എന്നല്ലാതെ ആരും ഇഷ്ടപ്പെടുന്നില്ല, വാങ്ങുന്നുമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഭർത്താവ് അവിടെ അന്ന് ഒരാൾ നോക്കാൻ വരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ അപ്പോഴത്തേക്ക് സാക്ഷ്യങ്ങളൊക്കെ അച്ഛൻ എന്നെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കണ്ടു തുടങ്ങിയത്. അന്ന് ഞാൻ ഭർത്താവിൻ്റെ കയ്യിൽ ഉപ്പ് കൊടുത്തുവിട്ടിട്ട് ഞാൻ പറഞ്ഞു, ആൾ വരുന്ന സമയത്ത് എന്നെ വിളിച്ച് പറയണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഉപ്പ് അവിടെ ഇടാൻ പറഞ്ഞു. വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ 2.5 മണിക്കൂർ ഒരേ കണക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് തന്നെ അവർക്കത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ടോക്കൺ തന്നിട്ട് പോയി. 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അഡ്വാൻസ് കൊണ്ടുവന്നു. വന്നവരുടെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് 10 ദിവസം കഴിഞ്ഞ് വരുമുള്ളെന്ന് പറഞ്ഞു. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു. അവർക്ക് അവരുടെ ഹസ്ബൻഡും വന്നു കണ്ടപ്പോൾ വീട് ഇഷ്ടപ്പെട്ടു. 1 മാസം കഴിഞ്ഞിട്ട് രജിസ്ട്രേഷൻ നടത്തുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് മെയ് ദിനമായിരുന്നു. അപ്പോൾ അന്ന് അവധി, രജിസ്ട്രേഷൻ നടക്കില്ല. അപ്പോൾ അത് മാത്രമല്ല 1 മാസം കഴിഞ്ഞ് നടക്കുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് നടക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ മെയ് ദിനത്തിൻ്റെ അന്ന് വൈകിട്ട് വിളിച്ച് പറയുകയാണ് മെയ് 3-ാം തീയതി രജിസ്ട്രേഷൻ നടത്തുമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് എമൗണ്ട് കിട്ടി. പക്ഷേ ഇവിടെ ഉടമ്പടിയിൽ എടുക്കാൻ വന്നപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡ് അടുത്ത് ചോദിച്ചു, എനിക്ക് വീടിൻ്റെ വിലയും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു എത്ര ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് നഷ്ടമില്ലാതെ പോവും. 62 ലക്ഷം രൂപ കടമുണ്ട് താനും, എത്ര കിട്ടിയാൽ നമുക്കത് നമ്മുടെ ഇത് നിൽക്കുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് 57 ലക്ഷം രൂപ കിട്ടിയാൽ മതി, ബാക്കി കട ഞാൻ അധ്വാനിച്ച് തീർത്തോളാം, 57 ലക്ഷം കിട്ടിയാൽ അത് നഷ്ടമില്ലാതെ പോവുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 57 ലക്ഷം എഴുതി വെച്ചു ഇവിടെ ഉടമ്പടിയിൽ. അങ്ങനെ അവർ പറഞ്ഞതും 57 ലക്ഷം രൂപ തന്നെ പറഞ്ഞു. ആ 57 ലക്ഷം രൂപയ്ക്ക് അവർ സമ്മതിക്കുകയും ചെയ്തു. രജിസ്ട്രേഷൻ നടന്നു. ഞങ്ങൾ പിന്നെ സ്വർണം എടുത്തതിന് ശേഷം ഫെബ്രുവരി 9-ാം തീയതിയാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഫെബ്രുവരി തീർന്നു. അടുത്ത മാർച്ച്, ഏപ്രിൽ, മെയ് 3-ാം തീയതി രജിസ്ട്രേഷൻ കഴിഞ്ഞു. 3 മാസ കാലയളവിന് മെയ് 9 കഴിയുമ്പോഴേ 3 മാസം ആവുള്ളൂ ഇവിടെ ഉടമ്പടി എടുത്തിട്ട്. അതിന് മുന്നേ തന്നെ തീർന്നു. അതിന് മുമ്പ് എനിക്കൊരു രോഗസൗഖ്യം കൂടെ തീരുകയുണ്ടായി. കാര്യം അത് ഞാൻ അറിഞ്ഞതുപോലുമില്ല എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിയത്. എനിക്ക് 8 വയസ്സുമല്ല. ഇതിൽ ശ്വാസം മുട്ട് നന്നായിട്ട് അപ്പോൾ വരുമാനമൊന്നും അറിഞ്ഞില്ല. ജലദോഷം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നീർക്കെട്ട് വരും എന്നാണ് കുഞ്ഞുനാളിൽ അറിയാമെന്നുള്ളത്. അതൊരു ആസ്മയുടെ ഇതാണെന്ന് അറിഞ്ഞത് എൻ്റെ മോളെ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് എനിക്ക് ആസ്മ ഉണ്ടോ എന്നുള്ളത് കാര്യം. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴെനിക്ക് 27 വയസ്സായിരുന്നു. 8 വയസ്സിൽ വന്ന കാര്യം 27 വയസ്സായപ്പോഴത്തേക്കാണ് അറിഞ്ഞത്. ആ 8 വർഷം കൊണ്ട് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഈ 8 വർഷം കൊണ്ട് ശക്തമായ ശ്വാസം മുട്ടൽ. എനിക്ക് ജനിച്ച് 6-ാം മാസം തൊട്ട് വെയിൽ കൊള്ളാനും പറ്റില്ല, തീയ്. ഇപ്പം RCCയിലെ ഡോക്ടർമാരും
സ്കിന്നിൻ്റെ ഡോക്ടർമാരും പറഞ്ഞിരിക്കുന്നത് വീട്ടിനകത്ത് ഇരുന്നാൽ പോലും ഒരു ലൈറ്റ് ഇട്ടേ ഇരിക്കാവുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചൂടൊന്ന് അടിച്ചാൽ മതി, ശ്വാസം മുട്ടലും വരും, ശരീരവേദന താങ്ങാനും പറ്റില്ല. അപ്പോൾ ആ സമയത്തെല്ലാം ശ്വാസം മുട്ടലൊന്ന് ഹോസ്പിറ്റലിലാവുകയാണ് പതിവ്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവിടുന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ ആ ഫെബ്രുവരി മാസം തന്നെ വീടിനടുത്തുള്ള ഒരു പയ്യന് ഹാർട്ടിന് പെട്ടെന്ന് അവന് ഒരു നെഞ്ചുവേദനയിൽ ആദ്യം വന്നത്, അവന് വയറുവേദനയാണ് ആദ്യം വന്നത്. ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് അവന് ഹാർട്ടിനായിരുന്നു കംപ്ലയിൻറ്റ്. ബൈപ്പാസ് ചെയ്ത് വാൽവ് മാറ്റണമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞങ്ങൾക്ക് ആ നിമിഷം വരെ ഒരു വരുമാന മാർഗ്ഗമില്ല. ലോൺ എടുത്താണ് ചികിത്സാ ചെലവും വീട്ടു ചെലവും നടക്കുന്നതെങ്കിലും ഞാനും ഹസ്ബൻഡുമായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. അവൻ അന്വേഷിച്ച് പോയി ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു തുക അവന് കൊടുക്കുകയും ഞാൻ അപ്പോൾ ഈ തൈലം കൊണ്ടാണ് അവിടെ പോയത്. എനിക്ക് അവൻ്റെ നെഞ്ചിൽ കുരു വെച്ച് വരച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്, അവർ ഹിന്ദുക്കളാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് അനുഗ്രഹം കിട്ടാതെ നമ്മൾ ചെയ്താൽ അഥവാ എന്തെങ്കിലും വന്നാൽ നമുക്ക് പിന്നെ ആ തെറ്റും കൂടെ ഇനി ഏൽക്കേണ്ടി വരൂലേ, അത് നമുക്ക് വേണ്ടി നീ അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നു. പക്ഷെ അന്ന് മുതൽ ഞാൻ വൈകിട്ട്, രാവിലെ ചിലപ്പോൾ സമയം കിട്ടൂല, വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ 6 മണിക്ക് ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഇടത് നെഞ്ചിൽ ആ തൈലം തേച്ച് കുരിശ് വരച്ച് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. ജൂൺ 3-ാം തീയതിയായിരുന്നു അവൻ്റെ സർജറി ചെയ്തപ്പോൾ അവന് വാൽവൊന്നും മാറ്റി വയ്ക്കേണ്ടി വന്നില്ല. ഇപ്പോൾ അവൻ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും അവനെ കാണാൻ പോയി, നല്ല ഹാപ്പിയായിട്ട് അവൻ ഇരിക്കുകയാണ്. പക്ഷെ മാർച്ച് മാസം ആ ചൂട് വന്നപ്പോൾ തൊട്ട് എനിക്ക് ശ്വാസം മുട്ടൽ വന്നിട്ടേ ഇല്ല, ആസ്മയുടെ കംപ്ലയിൻറ്റും വന്നിട്ടില്ല. ആ മാർച്ച് മാസം തൊട്ട് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കാനും മറന്നുപോയി. ഇന്നേ വരെ ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചിട്ടുമില്ല. സാധാരണ ഈ ഡിസംബർ മാസത്തിൽ ഞാൻ കുറഞ്ഞതൊരു 40 ദിവസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് പതിവ്. ഇന്നേ വരെ എനിക്ക് ആ ശ്വാസം മുട്ടലും വന്നിട്ടില്ല, ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ പേര് ഞാൻ ഡോക്ടറെ കാണേണ്ടിയും വന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് മെയ് മാസത്തിലാണ് എനിക്കിവിടെ പുതുക്കേണ്ടി വരാതിരുന്നത്. പക്ഷെ മെയ് മാസത്തിൽ എനിക്ക് മെയ് 12-ാം തീയതിക്കകത്ത് വരേണ്ടതാണ്, വരാൻ പറ്റിയില്ല. അപ്പോൾ കയ്യിൽ 2-3 സിസ്റ്റുകൾ വന്നത് കാരണം അത് സർജറി ചെയ്യാൻ പോയപ്പോഴത്തേക്ക് സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിവിടെ വരാനും കഴിഞ്ഞില്ല. പക്ഷേ ബയോപ്സി റിസൾട്ട് വന്നപ്പോഴത്തേക്ക് അത് രണ്ടും നെഗറ്റീവായിരുന്നു. എനിക്ക് ആദ്യമായിട്ടാണ് സിസ്റ്റിൻ്റെ റിസൾട്ട് ബയോപ്സി നെഗറ്റീവായിട്ട് വരുന്നത്. ക്യാൻസർ വന്നിട്ട് 20 വർഷമായി. പക്ഷേ 23 സർജറി ഇതിനിടയ്ക്ക് ചെയ്തു. ആദ്യമായിട്ടാണ് ആ രണ്ടും എനിക്ക് നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വരുന്നത്. ആ ജൂൺ മാസം ഞാനിവിടെ വീണ്ടും പുതുക്കാൻ വരാൻ പറ്റിയിരുന്നു. അപ്പോഴും എനിക്ക് കഴിഞ്ഞില്ല. കാര്യം ജനറ്റിക് പാർട്ടിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് കാലെടുത്ത് വെച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതിൽ കൂടെ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ട് 35 ദിവസത്തിനിടയിൽ ഞാൻ 3 മാസം പീരീഡ് ആവും. ഇതിനിടയിൽ പാഡുകളിങ്ങനെ മാറുന്നതല്ലാതെ എനിക്ക് വച്ചിരിക്കാൻ അത് പറ്റില്ല. രാത്രിയാകുമ്പം ക്ലോസറ്റിൽ പോയി ഇരിക്കുകയാണ് പതിവ്. അവിടെ ഇരുന്ന് തന്നെയാണ് ഉറങ്ങണത്. പാഡ് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരാനും പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കരുതി ഇനി ജൂലൈയിൽ വരാം എന്നുള്ള ഇതിലിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ പോകാനായിട്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം കുഞ്ഞുനാളിലെ എല്ലാവരും പറയണത് ഭാഗ്യമില്ലാത്ത ജന്മമായി ജനിച്ചു പോയി എന്നൊരു വാക്കാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. മരിക്കാൻ തന്നെ കുറേ പേരെ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്, അത് ചെയ്യാനും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും വിജയിക്കാത്തതുകൊണ്ട് ആരും അറിഞ്ഞിട്ടുമില്ല, മരിച്ചിട്ടുമില്ല, ഇന്ന് ജീവിച്ചിരിക്കണമുണ്ട്. പക്ഷേ പിന്നെ അപ്പോഴൊക്കെ ഞാൻ അവരോട് ചോദിക്കുന്നിടത്തെല്ലാം ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. കാര്യം എനിക്ക് കയ്യും കാലിനും ശരീരസുഖം ദൈവം തന്നിട്ടുണ്ടല്ലോ, പുറത്തിറങ്ങി നടക്കാനും പറ്റും, എല്ലാം ചെയ്യാനും പറ്റും, എൻ്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റണമല്ലോ, അതുപോലും പറ്റാത്ത എത്ര പേരുണ്ട്. അതിനേക്കാൾ വലുതല്ലല്ലോ ഈ ശരീരത്തിൽ കാണുന്ന ഈ പുള്ളിയൊന്നും. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും വലിയ സങ്കടമില്ല. അങ്ങനെ വീണ്ടും ഒരു 3 കിലോമീറ്ററിനകത്ത് തന്നെ അങ്ങനെ ഒരു കരുണാലയം അവിടെ ഉള്ളതായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് പോയി കണ്ടുപിടിച്ചു. അവിടെ പോയി എനിക്ക് ഈ DVTക്കുള്ള മരുന്നിനും മറ്റുള്ള മരുന്നുകൾക്കും വേണ്ടി 1 മാസം 15,000 രൂപയുടെ ചിലവുണ്ട് മരുന്നിന് മാത്രമായിട്ട്. ഞങ്ങൾ ആ തുക അവിടെ കൊണ്ടുപോയി സഹായിച്ചു. ആ ജൂൺ 12-ാം തീയതി എനിക്ക് DVTക്ക് മരുന്ന് കഴിക്കാൻ അതിൻ്റെ ചെക്കപ്പിന് പോകണം, RCCയിലും പോകണം. അപ്പം എനിക്കൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ സർജറി ചെയ്യണമെങ്കിൽ RCCയിൽ കാണിക്കണമെങ്കിൽ ഈ DVTക്ക് കഴിക്കുന്ന മരുന്ന് കഴിക്കുന്ന ഫിസിഷ്യൻ്റെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ RCCയിലാണ് ചെക്കപ്പിന് രാവിലെ പോയത്. അവിടെ പോയപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, ഇയാൾ തൽക്കാലം പ്രൈവറ്റിൽ എവിടെയെങ്കിലും പോയി ചെയ്യും. കാര്യം ഇവിടെ RCCയിൽ ഒരു വിഭാഗം മാത്രമല്ല, കാർഡിയോളജി. സർജറി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വന്നാൽ ഞങ്ങൾക്ക് റിസ്ക് എടുക്കാൻ വയ്യ. അങ്ങനെ ഞാൻ നേരെ DVTക്ക് ചികിത്സിക്കുന്ന ഡോക്ടറെ അടുത്ത് വന്നു.
അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കാലെല്ലാം നന്നായിട്ട് നോക്കി. ഇവിടെ വന്ന് എൻ്റെ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് എല്ലാവരും മുട്ടൂത്തി നിന്നപ്പോൾ ഞാൻ നിൽക്കുകയാണ് ചെയ്തത്. എനിക്കന്നത് ഭയങ്കര വിഷമമായിപ്പോയി. കാര്യം എല്ലാവരും മുട്ടൂത്തി നിൽക്കുമ്പോൾ ഞാൻ മാത്രം നിൽക്കുന്നല്ലോ എന്നുള്ളൊരു അച്ഛനെ കാട്ടി ഉയരത്തിൽ ഇങ്ങനെ നിൽക്കുന്നതാണല്ലോ പാപമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് പോയത്. അങ്ങനെ ജൂൺ 12-ാം തീയതി ആയപ്പോഴത്തേക്ക്, ജൂൺ ആദ്യത്തെ ആഴ്ച ഞാൻ ഒരു സ്വപ്നം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് 7, 8, 12, 15 ഈ 4 നമ്പറുകൾ ഈ സ്വപ്നത്തിൽ ഞാൻ കണ്ടു. പക്ഷെ അതെന്താണെന്നൊന്നും അപ്പോഴൊന്നും അറിയില്ലായിരുന്നു. ഈ 12-ാം തീയതി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ആ മരുന്നെല്ലാം എഴുതി, അത് തമിഴാണ് ആ ഡോക്ടർ, അമ്മ വീട്ടിൽ പോയാൽ മതി, മരുന്ന് കഴിച്ചോളൂ, സർജറിക്ക് 7 ദിവസം മരുന്ന് സ്റ്റോപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. അന്ന് രാത്രിക്ക് കഴിക്കേണ്ട മരുന്ന് കയ്യിലുണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ തന്നുവിട്ട മരുന്നെടുത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തപ്പോൾ കവറിനകത്ത് 2 ഐറ്റം ടാബ്ലറ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി 27 ഐറ്റം ടാബ്ലറ്റാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഈ 2 ഐറ്റം. അപ്പോൾ ഞാൻ കരുതി അവർക്ക് എടുത്തത് മാറിപ്പോയായിരിക്കും എന്ന് കരുതി ഡോക്ടറെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നതിൽ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത്, അമ്മയ്ക്ക് ഇനി മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ 2 ഐറ്റം ടാബ്ലറ്റ് മതി, അത് വേറൊന്നിനുമല്ല. ഒന്ന് പെട്ടെന്ന് നീര് വന്നാൽ അത് കുറയാൻ വേണ്ടിയും, രണ്ടാമത്തത് പെട്ടെന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും രീതിയിലൊരു ടെൻഷൻ വന്നാൽ ഒരു സ്ട്രോക്ക് വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലുള്ള ഒരു ടാബ്ലറ്റ് മാത്രമാണ്. ബാക്കിയൊന്നും നിർത്തിയതായിട്ട് ഡോക്ടർ എന്നോടും പറഞ്ഞില്ല, ഞാനും അറിഞ്ഞില്ല. അന്ന് മുതൽ ടാബ്ലറ്റ് എല്ലാം നിർത്തി. എനിക്ക് ഇപ്പം മരുന്നിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം എൻ്റെ മോക്കുള്ളൊരു രോഗസൗഖ്യമാണ്. മോക്ക് 2024 ആഗസ്റ്റ് മാസം തൊട്ട് എപ്പോഴും വയറുവേദന വരും. സ്കൂളിൽ നിന്ന് എന്നും വിളിയാണ്, വന്ന് വിളിച്ചുകൊണ്ട് പോകണമെന്ന്. വയറുവേദനയായിട്ട് അവൾ കരച്ചിലാണ്. സ്കൂളിൽ നിന്ന് തന്നെ അതുവഴി ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു അപ്പറ്റൈറ്റിസ് ആയിരിക്കും, സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അപ്പൻഡൈറ്റിസ് എല്ലാം നോർമലാണ്. പക്ഷെ നമ്മളെ ഒരു പ്രതീക്ഷയില്ലാത്ത രീതിയിലുള്ള റിസൾട്ടാണ് അതിൽ വന്നത്. മോൾക്ക് അവളുടെ പ്രായത്തിലിരിക്കേണ്ട വലിപ്പത്തിൻ്റെ ഒരല്പം പോലും വളർച്ചയില്ലാത്ത യൂട്രസാണ് അവളുടെ ശരീരത്തിരുന്നത്. നോർമലിൽ നിന്നും തീരെ വലിപ്പക്കുറവ് ഒട്ടുമില്ല എന്ന് തന്നെ പറയാം. ഒരു പെൺകുട്ടിക്ക് ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഹോർമോൺ അവളുടെ ശരീരത്തിലില്ലതാനും. അങ്ങനെ ഞങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോഴത്തേക്ക് അവൾ ആ പ്രായത്തിനൊക്കെ കാരണം തീരെ പൊക്കവും കുറവായിരുന്നു. അപ്പോൾ ഈ ഹോർമോണിൻ്റെ കുഴപ്പമാവാം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഒരു പീഡിയാട്രീഷ്യൻ എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഹോർമോൺ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇവിടെ ഉടമ്പടി എടുത്തത്. അന്ന് തൊട്ട് മോളുടെ വയറ്റിൽ എന്നും ആ തൈലം തേച്ച്, രാവിലെ അവൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമില്ലാത്തത് കാരണം വൈകിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ തൈലം തേച്ച് കുരിശ് വരയ്ക്കും. രാവിലെ എന്നും അവൾക്ക് അപ്പോഴൊക്കെ തലയിറങ്ങി വീഴുമ്പം ബിപിയും കുറയും. അതുകൊണ്ട് ഉപ്പിട്ട ആ വെള്ളവും കൊടുത്ത് തേനും രാവിലെ കൊടുത്താണ് വിട്ടുകൊണ്ടിരുന്നത്. 7 ദിവസം കഴിഞ്ഞ് ആ മെയ് മാസം, ഞാൻ ഇവിടെ ഫെബ്രുവരിയിൽ ഉടമ്പടി എടുത്തു, ആ മെയ് മാസം കൊണ്ടുപോയി ഞാൻ സ്കാൻ ചെയ്തു, ഹോർമോണെല്ലാം ടെസ്റ്റ് ചെയ്തു. ഡോക്ടർക്ക് തന്നെ അതിശയം, ഒട്ടുമില്ലായിരുന്ന ഹോർമോൺ പകുതിയിലധികം കൂടിയിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴൊന്നും ഇനി ചെയ്യേണ്ട, ആഗസ്റ്റ് മാസം കഴിഞ്ഞ് ഇനി ചെയ്ത് നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കരുതി എങ്കിൽ ഇപ്പോൾ സ്കാൻ ചെയ്യേണ്ട, ആഗസ്റ്റിൽ ഇത് രണ്ടും കൂടെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ജൂലൈയിൽ ഞാൻ ഇവിടെ വന്നു ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്ത് എനിക്ക് ടോക്കൺ നമ്പർ കിട്ടി. അന്ന് 13-ാം നമ്പർ അമ്മയുടെ അടുത്താണ് പുതുക്കാനായിട്ടുള്ളവർ ചെന്ന് നിൽക്കേണ്ടത്. അപ്പം ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് അവിടെ അന്ന് ഈ ടോക്കൺ എടുക്കാൻ നിന്ന് ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിലൊരു ടോക്കൺ എടുക്കാനെന്ന്. എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ രൂപമാണ്. എന്നാൽ അതിൽ ആ സമയത്ത് ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് കിട്ടിയ ഇവിടുത്തെ സാക്ഷ്യങ്ങളുടെ പത്രത്തിൽ ആദ്യത്തെ സാക്ഷ്യം, ഒരു മകൾക്ക് ഇതേപോലെ വയറുവേദന വന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ ആ കുഞ്ഞിന് യൂട്രസ് ഇല്ല എന്നാണ്. അപ്പോഴത്തേക്ക് ഞാൻ തീരുമാനിച്ചു എൻ്റെ മോൾക്ക് ഇനി സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് അവളുടെ നോർമൽ യൂട്രസ് അവളുടെ ശരീരത്തിൽ കാണുമെന്ന്. പിറ്റേ മാസം ഓഗസ്റ്റിൽ ഞാൻ കൊണ്ട് സ്കാൻ ചെയ്തു. യൂട്രസ് നോർമലായി, അവളുടെ ശരീരത്തിൽ വരേണ്ട ഹോർമോണെല്ലാം നോർമലായി കഴിഞ്ഞു. അതിന് ഞാൻ അമ്മയോട് ഒരുപാട് നന്ദി പറയുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ജനറ്റിക് പാർട്ടിൻ്റെത് എനിക്ക് അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഇനി ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. ബയോപ്സിക്ക് അയച്ച സമയത്ത് ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചിരുന്നു. കാര്യം അത് ബയോപ്സി പോസിറ്റീവായി കഴിഞ്ഞാൽ സെർവിക്കൽ വഴി യൂട്രസിനെ കൂടെ ബാധിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആ സമയത്താണ് ഒക്ടോബർ മാസം. അപ്പം ഞാൻ കരുതി ഈ ഒക്ടോബർ 1 തൊട്ട് ഞാൻ നിരന്തരം ദിവസം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലുമായിരുന്നു. കൃത്യമായിട്ട് ജപമാല ചൊല്ലി മുടങ്ങാതെ ജപമാല ചൊല്ലി 15-ാം തീയതി ആയപ്പോഴത്തേക്ക്
ഞാൻ ആ സെക്കൻഡ് സാറ്റർഡേ കാരുണ്യ പ്രവൃത്തി ചെയ്തിട്ട് വന്നതിൻ്റെ 15-ാം തീയതി ജപമാല ചൊല്ലി 3 മണിക്ക് ഇരുന്ന സമയത്തേക്ക് എൻ്റെ നീല മെഴുകുതിരി കത്തിച്ച് വെച്ചാണ് ഞാൻ ജപമാല ചൊല്ലിയത്. ആ സമയം മെഴുകുതിരി നല്ല ആൾ കത്തുകയും വീണ മൊത്തം നല്ല കാറ്റുമായിരുന്നു. പക്ഷെ ഫാനൊന്നും ഇട്ടിട്ടില്ല, നല്ല കാറ്റായിരുന്നു. മഞ്ഞ കളർ തീജ്വാല എല്ലാം ചുമന്ന കളറിലായി, പിന്നീട് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഇന്നലെ വരെ ജപമാല ചൊല്ലിയപ്പോഴത്തേക്കും ആ 3 മണിക്ക് ഇന്നേ വരെ ഞാൻ എണീക്കാതിരുന്നിട്ടില്ല. 4:30 മണി വരെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അതിൽ ഒന്നീ ഹൃദയത്തിൻ്റെ രൂപം, ഇല്ലെങ്കിൽ പ്രാവിൻ്റെ രൂപം, ഇല്ലെങ്കിൽ റോസാപ്പിൻ്റെ പൂക്കൾ തെളിഞ്ഞു വരും. ആ 15-ാം തീയതി പക്ഷേ അതൊരു ഹാർട്ടിൻ്റെ ഷേപ്പ് വന്നപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്നാണ് മോൾക്ക് സ്കൂളിലെ ശാസ്ത്രമേളയുടെ ജില്ലാ മത്സരം നടന്നുകൊണ്ടിരുന്നത്. ആ മത്സരത്തിൽ മോൾ കണ്ടുപിടിച്ചത് ഒരു ഹാർട്ടിൻ്റെ മെഷീൻ അവൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു. അതിന് അവൾക്കാണ് A ഗ്രേഡ് കിട്ടിയത്. ISROയിലെ ശാസ്ത്രജ്ഞൻ വന്ന് അവൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയൊക്കെ കൊടുത്ത് അവൾ ആദരിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അത് അവളെ വിട്ട് എൻ്റെ മാതാവിനോട് നന്ദി പറയിപ്പിക്കുകയും ചെയ്തു. അന്ന് ഒക്ടോബർ 7-ാം തീയതി ഇവിടെ അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറയുകയുണ്ടായി, അരിമ്പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നവർക്ക് അത് സിസ്റ്റ് രൂപേണായി മാറുന്നുണ്ട്, എത്രയും വേഗം അത് അമ്മ അവരെ സുഖപ്പെടുത്തട്ടെ എന്ന്. പക്ഷെ അത് എനിക്ക് മനസ്സിലായെങ്കിലും ഇവിടുത്തെ ഉടമ്പടി വസ്തുക്കൾ അവിടെ അത് പ്രയോഗിക്കാനായിട്ട് എനിക്ക് പേടിയായിരുന്നു. കാര്യം ഞാൻ തൊട്ടുമ്പോൾ പറഞ്ഞതുപോലെ ഒരു ഹൈന്ദവ ആയതുകൊണ്ട് ഈ ബ്ലീഡിങ് കാരണം എനിക്ക് പറ്റില്ല. പക്ഷേ ഈ ടാബ്ലറ്റ് നിർത്തിയത് കാരണം ബ്ലീഡിങ്ങിൻ്റെ അളവ് കുറഞ്ഞു. പക്ഷേ ഞാൻ നവംബർ ആദ്യമായപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ ഹോസ്പിറ്റലിലൊന്നും പോകുന്നില്ല, ഈ ഉടമ്പടി വസ്തു തന്നെ ഉപയോഗിക്കുമെന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചതിൻ്റെ അന്ന് ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കേണ്ടായി. പാലായിൽ നിന്നുള്ള ഒരു കുട്ടിയാണ് പറഞ്ഞത്. ആ കുട്ടിക്ക് ഇതേപോലെ ജനറ്റിക് വാർട്ട് ചികിത്സിച്ച് തീരെ നിവർത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വന്നതിന് ശേഷം ഉടമ്പടി ഉപ്പ് ദിവസവും അവിടെ തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു വന്നു. ഞാൻ കൃത്യം 7 ദിവസമേ തേച്ചുള്ളൂ ഇതേപോലെ. പക്ഷേ അത് കരിച്ചിട്ട് വരുന്നതിന് എന്ന് പറയുന്നത് ശക്തമായ വേദനയാണ്. ഇരിക്കാനോ നിൽക്കാനോ പറ്റില്ല. പക്ഷേ ഉപ്പ് തേക്കുമ്പോൾ അതിനേക്കാൾ വേദനയാണ്. പക്ഷെ അത് 1 മണിക്കൂർ കൂടുതൽ നിൽക്കുകയില്ല. ഈ 7 ദിവസം കൊണ്ട് ഈ തേനീച്ചക്കൂട് പോലെ ഇരുന്ന് അരുമ്പാറ അന്ന് ഒരു സെക്കൻഡ് സാറ്റർഡേ ഞാൻ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പോലും അതവിടെ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് കഴുകാൻ പോലും പറ്റാതെയാണ് ഞാൻ അന്ന് അവിടെ പോയത് കാരുണ്യ പ്രവൃത്തിക്ക്. പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ കുളിക്കാനായിട്ട് കയറിയപ്പോഴത്തേക്ക് ഒരു അരുമ്പാറ പോലും അവിടെ പിന്നെ കണ്ടതേ ഇല്ല. ഇന്നേ വരെ ഞാൻ ദിവസവും അവിടെ നോക്കുകയും ചെയ്യും. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു പേടി കൊണ്ട്, ഒരു ക്യാൻസർ പേഷ്യൻറ്റും കൂടെ ആയതുകൊണ്ടുള്ളൊരു പേടി കൊണ്ട് ഞാൻ നോക്കുകയും ചെയ്യും. പക്ഷെ ഒന്നുപോലും അവിടെ ഇല്ല. എൻ്റെ ശരീരം എങ്ങനെയാണോ എൻ്റെ ശരീരം എന്നത് അതുപോലെയായി. കഴിഞ്ഞ മാസം മുതൽ എനിക്ക് പീരീഡ് ആകുമ്പോൾ അത് നോർമലായിട്ട് ബ്ലഡ് വരുന്നുള്ളൂ. പാഡ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു വേദനയോ ചൊറിച്ചിലോ ഒന്നും തന്നെ ഇല്ല. അമ്മ മാതാവിനെ അതിൽ നിന്നും പൂർണ്ണമായിട്ട് മുക്തയാക്കി. അവിടെ ക്യാൻസർ തന്നെ വരുമെന്ന്, അതും തിരുവനന്തപുരത്തെ കിംസ് ഹോസ്പിറ്റലാണ്, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏറ്റവും ഫേമസായ ഹോസ്പിറ്റലാണ്. അവിടെയുള്ള ഡോക്ടർമാർ വിധി എഴുതി ഇതിന് ക്യാൻസർ തന്നെയാണ്. ബയോപ്സി ചെയ്തപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും വീണ്ടും അവർ ഒന്നുകൂടെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ ഇനി ഹോസ്പിറ്റലിൽ പോകില്ല എന്ന് തന്നെ തീരുമാനിച്ചത്. പക്ഷേ അത് ഈ ഉടമ്പടി ഉപ്പ് വഴി അത്രത്തോളം വിശുദ്ധിയുണ്ടെന്ന് അന്നാണ് അതിനുള്ള മേന്മ എനിക്ക് മനസ്സിലായത്. അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾക്കൊരു ലോണ് കിട്ടാതെ ആയപ്പോഴത്തേക്ക് പോലും ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കുരിശടിയിൽ ചെന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് പ്രാർത്ഥിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ആ ലോൺ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വീട്ടു ചെലവിന് പോലും കയ്യിൽ പൈസ ഒന്നും ഇല്ലായിരുന്നു. ഈ ലോൺ പൈസ എടുത്ത് തന്നെയാണ് ഞാൻ കാരുണ്യ പ്രവൃത്തിയും ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ മാതാവ് നമുക്കത് എന്തെങ്കിലും തരുമെന്നുള്ള ആ പ്രതീക്ഷയെ തന്നെ തരുമെന്ന് വെച്ചാൽ എൻ്റെ അസുഖം കുറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ചിലവൊന്നുമില്ല, ഞങ്ങൾ നിത്യേന ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് ബാങ്കിൽ പോയപ്പോഴത്തേക്ക് ലോണൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഇവിടെ സാക്ഷ്യങ്ങളിലൂടെ കേട്ട വാചകം വെച്ച് തന്നെ ഈ ഉടമ്പടി ഉപ്പ് ഞാൻ അന്ന് അവിടെ ഇട്ട് പ്രാർത്ഥിച്ചു. തരില്ല എന്ന് പറഞ്ഞ ലോണ് അന്ന് തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചു. അന്നും അതിൻ്റെ ആ മേന്മ മനസ്സിലാക്കാത്ത ഞാനാണ് വീണ്ടും 15 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഉടമ്പടി ഉപ്പ് തേച്ച് എനിക്ക് അരുമ്പാറകളെല്ലാം മാറിയത്. അതിൽ നിന്നെല്ലാം എനിക്ക് അമ്മമാനോട് തിരുമാനോട് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. എൻ്റെ ലോണെടുത്ത് തന്നെ ഞാൻ ലോണെടുത്തും കടം വാങ്ങിയൊക്കെ തന്നെയാണ് കാരുണ്യ പ്രവൃത്തികൾ ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ഇനി സ്വന്തമായിട്ടൊരു വരുമാനം കിട്ടണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. എന്നിരുന്നാലും ഹസ്ബൻഡ് പണി ചെയ്ത പൈസയിൽ നിന്ന് എന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയെല്ലാം ചെയ്യുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ഇപ്പം ഞാൻ സ്വന്തമായി ചെന്ന് എന്നെ കടകൾ തോറും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എല്ലാവർക്കും ഞാൻ വയ്യാതൊക്കെ ഇരിക്കുന്ന അമ്മൂമ്മമാർക്കൊക്കെ തൈലം തേച്ച് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിച്ച് തന്നെയാണ് പത്രങ്ങൾ എല്ലാവർക്കും
കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നതും. പിന്നെ ഡെയിലി ബ്രെഡ് മുടങ്ങാതെ കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനവും ഞാൻ കാണാറുണ്ട്. പിന്നെ ജോമോൾ സിസ്റ്ററുടെ ജീവവയസ്സുകൾ ഞാൻ ഞായറാഴ്ച ഒരു ദിവസം മുടങ്ങിയിട്ടില്ല. ഇതെല്ലാം ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനോട് തിരുവന്മാനോടും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. ജെറമിയ 17:14 കർത്താവെ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ആശ എന്ന ഈ അക്രൈസ്തവ മകൾ ഉടമ്പടി ജീവിതത്തിലൂടെ നേടിയ വലിയ രോഗസൗഖ്യങ്ങളെയും ജീവിത ക്ലേശ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടതും നന്ദിയോടുകൂടി അമ്മയുടെ സന്നിധിയിൽ വെളിപ്പെടുത്തുകയാണ്. ഒത്തിരി അനുഗ്രഹങ്ങളാണ് മകൾ ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത്. ആദ്യം സൂചിപ്പിച്ചത് 62 ലക്ഷം രൂപയുടെ കടബാധ്യത, അത് വീട് വെച്ചതിൻ്റെ രോഗചികിത്സയുടെ ബാധ്യതകളായി നിൽക്കുന്നു. ഒരു തരത്തിലും അത് പരിഹരിക്കാനാവാതെ ക്ലേശിക്കുന്നു. ഒരു പുരയിടം വിൽക്കുവാൻ നോക്കിയിട്ട് ഏറെ നാൾ, വർഷത്തിലേറെ പരിശ്രമിച്ചിട്ടും അതിന് ആരും നോക്കി വരികയോ വില പറയുകയോ പോലും ചെയ്യാതെ നിൽക്കുന്നു. വീടും പുരയിടവും വിൽക്കാൻ നോക്കിയിട്ട് അതിനും യാതൊരു രക്ഷയുമില്ലാതെ ആ കടബാധ്യത കൂടുന്നതല്ലാതെ പരിഹാരമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. സഹോദരി സൂചിപ്പിച്ച് ഉടമ്പടി എടുത്ത് 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ ആ ബാധ്യതകളൊക്കെ തീരും വിധത്തിൽ അമ്മ മാതാവ് സഹായിച്ചുവെന്ന്. അതിൻ്റെ കൂടെ ഒരു കാര്യം ചേർത്ത് പറയുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, എത്ര തുക സ്ഥലം വിറ്റ് വേണമെന്ന് അമ്മയുടെ സന്നിധിയിൽ എഴുതി വെക്കണം. അങ്ങനെയാണ് 57 ലക്ഷം രൂപ നമുക്ക് ആ സ്ഥലം വിറ്റാൽ കിട്ടണമെന്ന ഒരു തുക അമ്മയുടെ സന്നിധിയിൽ എഴുതി വെക്കുന്നത്. ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കാണുന്നത്, നമ്മൾ വിശ്വാസത്തോടെ സംശയമില്ലാതെ അമ്മയുടെ കരങ്ങളിൽ ഏത് വിഷയം ഏൽപ്പിച്ചു കൊടുത്താലും അമ്മ അച്ചിട്ടതുപോലെ നമുക്കത് അനുവദിച്ചു തരും. അതാണ് ഒടുവിൽ 3 മാസം തികയുന്നതിന് ദിവസങ്ങൾ മിച്ചമുള്ളപ്പോൾ ആ സ്ഥലത്തിൻ്റെ കച്ചവടം നടന്ന് എഴുതി കഴിയുമ്പോൾ വാങ്ങിയവർ 57 ലക്ഷം രൂപയ്ക്ക് ആ സ്ഥലം വാങ്ങി എന്നത് സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത്. എന്താണോ അമ്മയോട് പറയുന്നത്, അമ്മ അതുപോലെ തന്നെ അന്ന് വരെ നോട്ടമില്ലാത്തത്, ആരും വന്ന് വില പറയാത്തത്, ഒരിക്കലും വിറ്റുപോകില്ലെന്ന് കരുതിയത്, അമ്മ മാതാവ് അത് ആ സ്ഥലത്തിൻ്റെ വില നിലവാരം പോലും ഉയർത്തിയിട്ട് കുടുംബം ആഗ്രഹിച്ചതുപോലെ ഭാരം ലഘൂകരിച്ചു കൊടുത്തുകൊണ്ട് ആ കച്ചവടം പൂർത്തീകരിച്ചു കൊടുക്കുന്നു. സഹോദരിക്ക് ഡീപ്പ് വെയിൻ ത്രോംബോസിസ് DVT എന്ന അസുഖം വളരെ ഗൗരവത്തിലുള്ളതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ സഹോദരി സൂചിപ്പിച്ചു. അത് ഇന്ന് ഉടമ്പടിയിലായിരിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതലും അതിൻ്റെ ക്ലേശങ്ങളിൽ നിന്ന് കുറവും കൊടുത്ത് സഹോദരിയെ സൗഖ്യപ്പെടുത്തിയതിനെ സാക്ഷ്യപ്പെടുത്തി. അതോടൊപ്പം ബർത്തോളിൻ സിസ്റ്റ്, ജനറ്റിക് ഏരിയയിൽ വരുന്ന സിസ്റ്റിൻ്റെ ഗുരുതരമായ വിഷയങ്ങളെ സഹോദരി സൂചിപ്പിച്ചു. അതുമൂലം ഏറെ ക്ലേശം അനുഭവിച്ചത്, 35 ദിവസത്തിൽ 3 തവണ പീരീഡ്സ് വരുന്നത്, അത് പാഡ് വെക്കുവാൻ പോലും ആവാത്ത ക്ലേശാവസ്ഥയിൽ ടോയ്ലറ്റിൽ തന്നെ ആ ദിവസങ്ങളിൽ രാപകൽ ചെലവഴിച്ചിരുന്ന കാര്യങ്ങൾ ഒക്കെ സഹോദരി തുറന്ന് നമ്മളോട് പറയുകയായിരുന്നു. അത്ര കണ്ട് ജീവിതം ദൈന്യതയിലേക്ക് പോയപ്പോഴും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം, ഉടമ്പടി ഉപ്പ് അവ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പിലൂടെ അരിമ്പാറ പോലെ വന്ന ബർത്തോളി സിസ്റ്റ് മറ്റൊരു ചികിത്സയുമില്ലാതെ പൂർണ്ണമായി അടർന്നു മാറി ആ രോഗം സൗഖ്യത്തിലേക്ക് മാറിയതും സാധാരണ പോലെ ഇപ്പോൾ പീരീഡ്സ് ആയതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഓരോ വിഷയത്തെയും മോളുടെ വിഷയങ്ങളും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞ് ഏറ്റുപറയുക. മരുന്നിന് മാറ്റാനാവാത്തത്, ചികിത്സയില്ലെന്ന് പറയുന്നത്, മരണത്തോളം എത്തുമെന്ന് പറയുന്നത്, ജീവിതം കൈവിട്ടുപോയെന്ന് പറയുന്നത്, കടബാധ്യതയിൽ മുങ്ങിത്തീരുമെന്ന് പറയുന്നത് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ വലിയ അത്ഭുതങ്ങൾ വിസ്മയകരമായി അമ്മയും തിരുക്കുമാരനും ജീവിതത്തിലേക്ക് ഏൽപ്പിച്ചു തരും. സമയക്കുറവിന് നമുക്ക് നേടിത്തരും. മരുന്നില്ലാതെ സൗഖ്യം തരും. നമുക്ക് നോക്കുവാനില്ലാത്തപ്പോഴും ദൈവം നോക്കിക്കൊണ്ട് നല്ല വിലയിൽ നമുക്ക് എന്താണോ മാറ്റിത്തരേണ്ടത് മാറ്റിത്തന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുമെന്ന്. അതുകൊണ്ടാണ് ഉടമ്പടി എപ്പോഴും നമ്മൾ പറയുക, അസാധ്യമായ കാര്യങ്ങൾ മാത്രം നിയോഗം എഴുതി വയ്ക്കുക, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, ജീവിതം ശുഭകരമാക്കുമെന്ന പ്രത്യാശയോടുകൂടി ജീവിതത്തിൻ്റെ ഏതൊരു ദൈന്യതയെയും അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. നിങ്ങൾക്കത് അനുഗ്രഹമായി പരിണമിക്കുന്നത് കാണുവാനാകുമെന്ന്. അതിൻ്റെ ശക്തമായ സാക്ഷ്യം, ക്ലേശങ്ങൾ മാത്രം നെയ്തെടുത്തൊരു ജീവിതത്തിൽ അമ്മ ഇടപെട്ടുകൊണ്ട് ഇന്ന് സൗഖ്യം, സമാധാനം, സന്തോഷം, ബാധ്യതകളില്ലാത്ത ജീവിതം ഈ മകൾക്കും കുടുംബത്തിനും നൽകിയത് ഈ അൾത്താരയിൽ ഏറ്റുപറയുകയാണ്. ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.